പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം നാളെ അവസാനിക്കും. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ വാശിയേറിയ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാനത്ത് ഒരൊറ്റ MLA പോലും ഇല്ലാതെ തകർന്നടിഞ്ഞ CPM ഇത്തവണ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിൽ തകൃതിയായ പ്രവർത്തനത്തിലുണ്ട്. കൊൽക്കത്തയിലെ CPM ആസ്ഥാനത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ CPM ഒരു കയറി വരാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സ്ഥിതി എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് അറിയാൻ ഒരല്പം കൗതുകം കൂടുതൽ കാണും. ഞാനിപ്പോൾ ഉള്ളത് അലിമുദ്ദീൻ സ്ട്രീറ്റാണ്. കൊൽക്കത്തയിലെ അലിമുദ്ദീൻ സ്ട്രീറ്റിലെ മുസഫർ അഹമ്മദ് ഭവൻ, അതായത് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. ഇവിടെ ഇപ്പോൾ നേതാക്കൾ ആരും തന്നെ ഇല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി ഓഫീസിന് മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാഴ്ചകളുണ്ട്. അത് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നതാണ്. പ്രധാനമായും പാർട്ടിയുടെ കൊടി എങ്ങും നോക്കി കാണാനാവുന്നില്ല. ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് കാണാം, കുറച്ച് ദൂരെ പോയി നിന്ന് നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയൂ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചിലരോട് ഞാൻ എന്തുകൊണ്ട് കൊടിയൊന്നും ഇല്ല, ഒരു പാർട്ടി ഓഫീസ് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ശീലമില്ല എന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ അലിമുദ്ദീൻ സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ പതാകകൾ ഇങ്ങനെ റോഡിൽ കെട്ടി ഉയർത്തി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ പതാകകളുടെ എണ്ണം വോട്ടായി മാറും എന്നത് നമ്മൾ പറയുന്നില്ല. എന്നാൽ പോലും ഒരു സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു പങ്കാളിത്തം സൂചിപ്പിക്കുന്നത് ഇത്തരം കൊടിതോരണങ്ങളും പോസ്റ്ററുകളും ഒക്കെ തന്നെയാണ്. ഈ തെരുവിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഈ റോഡരികിൽ ഒരു വശത്ത് ആളുകൾ ഇങ്ങനെ കുളിക്കുന്നത് കണ്ടു. അതൊരു കൗതുകമായി തോന്നി. ആളുകൾ ഇങ്ങനെ വന്ന് കുളിക്കുന്ന ഒരു ഇടം, അത് ഈ നദിയിലെ വെള്ളം ഇങ്ങോട്ട് എത്തിച്ച് സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടങ്ങിയ ഒരു കാര്യമാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ആളുകൾ ഇങ്ങനെ വന്ന് പുറത്ത് തെരുവിലേക്ക് ഇങ്ങനെ വന്ന് കുളിക്കുന്ന ഒരു കാഴ്ച ഒരു കൗതുകം തോന്നി. അതുകൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത് നേരിയ ഒരു ഇമ്പാക്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും 5% CPM തകർന്നടിഞ്ഞു വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ. മാത്രമല്ല ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മാജിക്കാണ് CPIM കാണിക്കാൻ പോകുന്നതെന്നറിയില്ല. ബുദ്ധ ഭട്ടാചാര്യയും ജ്യോതി ബസുവും അടങ്ങുന്ന ഒരു വലിയ തലമുറ, സീതാറാം യെച്ചൂരി വരെ എത്തുന്ന തലമുറ വിട്ടുപോയിരിക്കുന്നു, നമ്മളെയൊക്കെ വിട്ടുപോയിരിക്കുന്നു. അതിന്റെ ഒരു ശൂന്യത CPMനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ ബംഗാളിൽ അവർ അനുഭവിക്കുന്നുണ്ട്. മറുവശത്ത് നേരത്തെ CPMും കോൺഗ്രസും തമ്മിലുള്ള ഒരു പോരാട്ടമായി ഒരു കാലത്ത് ബംഗാൾ മാറിയിരുന്നു. അത് പിന്നീട് മാറി CPMും കോൺഗ്രസും ഇല്ലാതാവുന്നു. മമതയുടെ വളർച്ച നമ്മൾ കണ്ടു. പിന്നീട് BJPയും തൃണമൂലും തമ്മിലായി ആ പോരാട്ടം എന്നതാണ് ഈ സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാളോട് കൂടി ചോദിക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാൽ വെക്കുന്ന ഒരു അമ്മാവനാണ്. अभी CPM का सिचुएशन क्या है ये चुनाव में? जो जीरो था अभी कुछ आना चाहिए, CPM का सपोर्ट है? अभी भी है? अभी भी. अच्छा, आएगा कुछ सीट? आएगा, सीट आएगा. अब जो जीरो था, देखिए ये बोलना मुश्किल है अभी जो है, इसलिए कि टाउन के अंदर में तो जो ये चीज है ही नहीं. ये चीज जो है मैंने ग्राम के अंदर में है, तो ग्राम का तो हम പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും CPM ഉണ്ട്. പൂജ്യമായിരിക്കില്ല, കുറച്ച് സീറ്റുകൾ വരുന്നു. പണ്ട് മുതലേ ഉള്ള CPM അനുഭാവിയാണ് അദ്ദേഹം. क्या हुआ CPM को इधर बंगाल में खराब सिचुएशन कैसे हुआ? कोई कहने मैंने अच्छा लीडर नहीं है उसका जो है, इसलिए वैसा है. पहले जमाने में जो था बड़ा अभी वो नहीं. അദ്ദേഹത്തിന്റെ നിരീക്ഷണം അതാണ്. ഒരു കാലത്ത് വലിയ തലയെടുപ്പുള്ള നേതാക്കൾ, ജ്യോതി ബസുവിനെ പോലെയൊക്കെയുള്ള നേതാക്കൾ, അവരൊക്കെ അരങ്ങൊഴിഞ്ഞതോടെ പിന്നീട് വന്ന ഒരു ശൂന്യതയാണ് CPMനെ പുറകോട്ടടിച്ചത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും 34 വർഷം ഭരിച്ച ബംഗാളിൽ ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടം എന്നുപോലും വിളിക്കാൻ കഴിയുമെന്നറിയില്ല. അവരുടെ ഒരു നിലനിൽപ്പ്, അവരുടെ ഒരു പ്രസക്തി നിലനിർത്തുക എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണ്. അതേസമയം തൃണമൂലും BJPയും അധികാരം പിടിക്കാനുള്ള പോരാട്ടം ശക്തമാക്കുന്നുണ്ട്, പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.